ഈ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതാ വചനത്തിലുണ്ട്. 16:8 വായിച്ച എസെക്കിയേലിന്റെ ഞാൻ വീണ്ടും ദൈവം വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയി നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ, എന്തിനാ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനും, സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും, മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ് നമുക്ക് ഉടമ്പടി തരണത്.